ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ കണ്ടിരിക്കേണ്ട പ്രധാന ക്ഷേത്രങ്ങളിൽ ഒരു ക്ഷേത്രമായ ശ്രീ വേണുഗോപാല സ്വാമി ടെമ്പിളിലാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്നത്തെ കാലത്ത് മിക്ക അമ്പലങ്ങളും നമ്മളൊരു ബിസിനസ്സായി കാണുന്ന സമയത്ത് ഈ ഒരു അമ്പലത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് യാതൊരുവിധ ദക്ഷിണയോ അല്ലെങ്കിൽ സംഭാവനയോ ഒന്നും വാങ്ങുന്നില്ല എന്ന് മാത്രമല്ല, ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് അവരത് പ്രത്യേകം ഒരു ബോർഡ് പോലെ വെച്ചിട്ടുമുണ്ട്, ഓഫറിങ് നോട്ട് അലൗഡ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എത്ര വേണമെങ്കിലും ഇന്ന് അമ്പലങ്ങളിലും പള്ളിയിലും ഒക്കെ ക്യാഷ് കൊടുക്കാൻ തയ്യാറായ കാലത്ത് യാതൊരുവിധ പണച്ചെലവും ഇല്ലാതെ ഭക്തർക്ക് വന്ന് മനസ്സ് നിറയെ പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങി പോകാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. മൈസൂരിലെ കൃഷ്ണരാജസാഗരത്തിനടുത്തുള്ള ഹൊസ കണ്ണമ്പാടിയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീ വേണുഗോപാല സ്വാമി ക്ഷേത്രം ഇന്ത്യയിലെ കർണാടകയിലെ ഹൊസാല വാസ്തുവിദ്യയുടെ ഒരു ഉദാഹരണമാണ് കേട്ടോ. AD 12-ാം നൂറ്റാണ്ടിൽ മൈസൂർ ജില്ലയിലെ സോമനാഥപുരത്തിലെ ചെന്നക്കേശവ ക്ഷേത്രത്തിൻ്റെ അതേ സമയത്താണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മുടെ കാവേരി നദീതീരത്ത് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. ഇത് കൃഷ്ണക്ഷേത്രമാണ്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6:30 വരെ പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇത് എല്ലാ ദിവസവും ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഈ ക്ഷേത്രത്തിൽ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അത് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഹിസ്റ്ററിയാണ് ഞാൻ ഈ വീഡിയോൻ്റെ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത്, അതും നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ കാവേരി തീരത്ത് ഇറങ്ങാവുന്നതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു വഴിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സായാഹ്നങ്ങളിൽ ഇരുന്ന് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ട് ഇതുപോലെ ചെയറൊക്കെ വേറെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ഫോട്ടോയും വീഡിയോ ഒന്നും അലൗഡ് അല്ല, അതുകൊണ്ടാണ് പുറം ഭാഗം മാത്രം ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഒരുപാട് ദൂരം ഇങ്ങനെ നടന്ന് കാണാൻ മാത്രമുണ്ട് കേട്ടോ ഈ അമ്പലം എന്ന് പറയുന്നത്. എല്ലാം കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടനുഭവിക്കേണ്ട കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണ്. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.